കർത്താവായ യേശുവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവേ. ഈ രാത്രികാലം ഞങ്ങൾക്ക് കർത്താവിന് അധികമായിട്ട് ആവശ്യമാണ്. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു കർത്താവേ. സുവിശേഷ യോഗമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ദൈവത്തിൻ്റെ ഹൃദയാഗ്രഹം ദൈവത്തിൻ്റെ ദിവ്യ ജീവനിലൂടെ ആകുന്നു എന്ന് കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദിവ്യ ജീവനാൽ ഞങ്ങളെ കർത്താവെ വീണ്ടും ജനിപ്പിച്ച് രക്ഷയിലേക്ക് കൂടി നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവെ. എല്ലാവരും ദൈവത്തിൻ്റെ ഹൃദയാഗ്രഹം അറിയുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുതുതായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ആളത്വത്തിൽ കർത്താവെ ജീവനായിട്ട് ക്രിസ്തു വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജീവൻ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ കർത്താവെ നിന്റെ സമൃദ്ധമായ ജീവൻ അവർ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ ജീവനെ സംബന്ധിച്ച വെളിപ്പാട്, അതിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവെ, നിന്റെ കൃപ ഞങ്ങളുടെ മേലെല്ലാം പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ജീവനിലൂടെ നിന്റെ ഹൃദയാഗ്രഹവും ഉദ്ദേശവും നിന്റെ വ്യവസ്ഥയെ നീ നിറവേറ്റുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശുവേ, ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ജീവനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഇടയാക്കി. എന്താണ് ജീവൻ എന്നുള്ള കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കണ്ടത് ദൈവജീവൻ മാത്രമാണ് ജീവൻ എന്നുള്ളൊരു കാര്യമാണ് കണ്ടത്. അത് മാത്രമല്ല, ദൈവജീവൻ ദൈവത്തിൽ മാത്രമുണ്ടായിരുന്ന ജീവനാണ്. ആ ജീവൻ മനുഷ്യരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഈ ദൂതിൽ നാം പിന്നെയും കണ്ടത് ജീവൻ ദൈവത്തിൽ നിന്നുള്ള പ്രവാഹമാണ്, അഥവാ ജീവൻ ദൈവത്തിൽ നിന്നുള്ള ഒഴുക്കാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അത് മാത്രമല്ല, നമ്മൾ കണ്ടത് ജീവൻ ദൈവത്തിന്റെ ഉൾനിറവാണെന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ജീവൻ ദൈവം തന്നെയാണ്. യഥാർത്ഥ ജീവൻ ദൈവത്തിന്റെ ജീവനാണ് യഥാർത്ഥ ജീവൻ എന്ന് നമ്മൾ കണ്ടു. ആ ജീവൻ ഒഴുകുന്ന ജീവനാണ്. ആമേൻ. ആ ജീവൻ മനുഷ്യരിലേക്ക് ഒഴുകുന്നു. ഈ ജീവന്റെ പ്രത്യേകത, അത് ജീവൻ ദൈവത്തിന്റെ ഉൾനിറവാണെന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം തന്നെയാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ദൈവം തന്നെയാണ് ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആമേൻ. അപ്പം ദൈവം പുറത്തേക്ക് ഒഴുകുന്നു. ദൈവം തന്നെയാണ് ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവം തന്നെ ആയതുകൊണ്ട് ദൈവം എന്തെല്ലാം ആയിരിക്കുന്നുവോ അതാണ് ഈ ഉള്ളടക്കം. നമ്മൾ ജീവനെ സംബന്ധിച്ച് അനേക കാര്യങ്ങൾ കണ്ടു. ഈ ജീവൻ എല്ലാം അടങ്ങിയിരിക്കുന്നു നമ്മൾ കണ്ടു. അപ്പൊ ദൈവം എന്തായിരിക്കുന്നു, ആ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ഉൾനിറവായ ഈ ജീവനിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാ അനുലോമമായ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ദൈവമാണ്. ദൈവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവനിൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ദൈവം പുറത്തേക്ക് ഒഴുകുമ്പം ഈ യാഥാർത്ഥ്യം, ഈ സർവവും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെല്ലാം ഈ ജീവനിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് പുറത്തേക്ക് ഒഴുകുമ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഇത് അനുഭവമാക്കി തീർക്കുവാൻ കഴിയുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജീവൻ ദൈവം തന്നെയാണെന്ന് നമ്മൾ കണ്ടു. മറ്റൊന്നുമല്ല, ജീവൻ ദൈവം തന്നെയാണ്. സഹോദരി സഹോദരന്മാര് ആയിരിക്കുന്ന നമ്മളെല്ലാവരും നാം ജീവിക്കേണ്ടത് ഏത് ജീവൻ വെളിപ്പെടുത്തിക്കൊണ്ടാണ്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ജീവൻ നാം ഓരോരുത്തരും വെളിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് സ്നേഹവും താഴ്മയും സൗമ്യതയും ക്ഷമയും വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നത്, ഹല്ലേലൂയ, നമ്മൾ ഈ ദിവ്യജീവനെ വെളിപ്പെടുത്തി ജീവിക്കുന്നതിന് തുല്യമാണ്. ആമേൻ.
ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജീവൻ ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ്. ആമേൻ. ജീവൻ ദൈവം തന്നെയാണെന്ന് വേദപുസ്തകം നമ്മെ കാണിക്കുന്നു. അതിലധികമായിട്ട് ജീവൻ ക്രിസ്തുവാണെന്നും അത് നമ്മളെ കാണിക്കുന്നു. അപ്പം ദൈവമാണ്, ജീവൻ ദൈവമാണ്. വേദപുസ്തകം പിന്നെയും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ദൈവമാകുന്ന ഈ ജീവൻ, ആമേൻ, അഥവാ ജീവൻ ദൈവമാണ്, അതിലധികമായിട്ട് ജീവൻ ക്രിസ്തുവാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വേദപുസ്തകം നമ്മളെ കാണിക്കുന്നു ജീവൻ ദൈവമായിരുന്നു, എന്നാൽ ദൈവം ജഡമായി തീർന്നു, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തു ദൈവമാകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ക്രിസ്തു ജീവനുമാകുന്നു. 1 യോഹന്നാൻ 5:12 പറയുന്നത്, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല എന്നുള്ളതാണ്. ആ ശക്തമായിരിക്കുന്ന ഒരു വാക്യമാണ് 1 യോഹന്നാൻ 5:12. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. കാരണം പുത്രനിലാണ് ജീവൻ. യോഹന്നാൻ 1:4 പറയുന്നത്, ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു, പുത്രൻ ജീവനാണെന്നാണ്. അപ്പോൾ യഥാർത്ഥ സുവിശേഷം അല്ലെങ്കിൽ യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ഈ ജീവൻ, പുത്രനിലുള്ള ജീവൻ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അത് സ്വീകരിക്കുന്നതാണ് യഥാർത്ഥ രക്ഷ എന്ന് പറയുന്നത്. അപ്പം ഇത് വലിയൊരു സുവിശേഷമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്നത്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. നമുക്കെല്ലാവർക്കും ജീവൻ സ്വീകരിക്കുവാൻ തക്കമുള്ള ഒരു മാർഗം കർത്താവ് തുറന്നു തന്നിരിക്കുന്നു. ആ മാർഗം ജീവന്റെ മാർഗമാണ്. ആ ജീവൻ പ്രാപിക്കുന്നത് പുത്രനിലൂടെയാണ്. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. യോഹന്നാൻ 11:25 പറയുന്നത്, യേശു മാർത്തയോട് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇങ്ങനെ ലോകത്തോട് സംസാരിച്ച ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം നാം എല്ലാവരും ജീവിക്കണം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ദിവ്യ ജീവനാലാണ്. ആ ജീവൻ ദൈവത്തിലായിരുന്നു, അതിന്ന് ക്രിസ്തുവിലൂടെ അത് നമുക്കും സ്വീകരിക്കാനായിട്ട് കഴിയും. യോഹന്നാൻ 14:6 തോമസിനോട് യേശു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നാണ്. അപ്പം കർത്താവോടെ പറഞ്ഞതിന്റെ അർത്ഥം മനുഷ്യന് ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം കർത്താവ് തന്നെയാകുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മാർഗം കർത്താവ് തുറന്നു തന്നിരിക്കുന്നു. മനുഷ്യന് ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം കർത്താവ് തന്നെയാണ്. ഈ അധ്യായത്തില് പറയുന്ന മാർഗം അഥവാ വഴി എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വ്യക്തിയാണ്. ആമേൻ. അപ്പോൾ നമുക്ക് വളരെ അത്ഭുതകരമായി കാണുന്ന ഒരു കാര്യം, വഴി എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വ്യക്തിയാണ്. ആ ജീവനുള്ള വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് മനുഷ്യനെ കൊണ്ടുവരുന്ന സ്ഥലവും ഒരു വ്യക്തിയാണ്. പിതാവായ ദൈവം തന്നെയാണ് ആ സ്ഥലം. ഒരു മാർഗം നമുക്കിവിടെ ഉണ്ട്, ആ മാർഗം ക്രിസ്തുവാണ്. ആ സ്ഥലവും ജീവനുള്ള ഒരു വ്യക്തിയാണ്. ജീവനുള്ള മാർഗം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. ആ മാർഗത്തിലൂടെയാണ് മനുഷ്യനെ പിതാവായ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ജീവനുള്ള സ്ഥലമുണ്ട്, അഥവാ സ്ഥലം മാത്രമല്ല, നമുക്കിവിടെ ഒരു മാർഗമുണ്ട്, അഥവാ വഴിയുണ്ട്. ആ വഴിക്ക് യാഥാർത്ഥ്യം ആവശ്യമാണ്. അനേക വഴികൾ നമുക്ക് കാണാൻ കഴിയും, എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ശരിയായിരിക്കുന്ന മാർഗം
യാഥാർത്ഥ്യമായ ക്രിസ്തുവാണ്. വേദപുസ്തകത്തിൽ നമുക്കൊരു വഴി കാണിച്ചു തന്നിരിക്കുന്നു. മുൻപോട്ട് പോകുവാനുള്ള ഒരു മാർഗം കർത്താവ് തുറന്നു വന്നിരിക്കുന്നു. ആ മാർഗം യാഥാർത്ഥ്യം ഉള്ള ഒരു മാർഗമാണ്. നാം കർത്താവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ നാം ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വഴിക്ക് ഒരു യാഥാർത്ഥ്യമുണ്ട്. തീർച്ചയായും നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു മാർഗമാണ് ഈ ജീവനുള്ള വ്യക്തി. ഇവിടെ പറയുന്ന യാഥാർത്ഥ്യത്തിന്റെ ജീവൻ ആവശ്യമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പറയുകയാണ്, കർത്താവ് തന്നെ നമുക്ക് ജീവനായിരിക്കുന്നു. അതുകൊണ്ട് ഈ ജീവൻ യാഥാർത്ഥ്യത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. ഈ യാഥാർത്ഥ്യം നമ്മുടെ വഴിയായി തീരുന്നു. അതുകൊണ്ട് ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിക്കുന്ന പുതുതായിട്ട് ആരെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്വാർത്ഥയുള്ളത്, ജീവനുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വഴിയായിട്ടും നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എപ്പോഴും വസിക്കുവാൻ തക്കവണ്ണം, ആമേൻ, നിങ്ങൾക്കൊരു സ്ഥലമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണെന്നുള്ള ഒരു നല്ല വാർത്തയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാവശ്യബോധം നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുവാൻ കർത്താവിനോട് നിങ്ങൾ പറയുക, കർത്താവെ, നീ ജീവനുള്ള വ്യക്തിയായിട്ട്, കർത്താവെ, യഥാർത്ഥ വഴിയായിട്ട് എനിക്ക് തന്നെ ആവശ്യമാണ്. അത് മാത്രമല്ല, പിതാവായ ദൈവം തന്നെ എനിക്ക് വസിക്കുവാനുള്ള സ്ഥലമായിട്ടും എനിക്ക് ആവശ്യമാകുന്നു എന്ന് നാം ഹൃദയം തുറന്ന് കർത്താവോട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന വഴിയായിട്ട് ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അതുപോലെ നമ്മുടെ നിത്യമായിരുന്ന വാസസ്ഥലമായിട്ട് നമുക്ക് പിതാവിനെയും ആസ്വദിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ ഇടയാക്കും. ആമേൻ. അതിനായിട്ട് നിങ്ങൾ എല്ലാവരെയും കർത്താവ് അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ജീവൻ യാഥാർത്ഥ്യത്തെ നമ്മിലേക്ക് കൊണ്ടുവരുന്നു. ഈ യാഥാർത്ഥ്യം വഴിയായിട്ട് തീരുന്നു. ഈ മാർഗത്തിലൂടെ നാം പിതാവായ ദൈവത്തിന്റെ ആസ്വാദനത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് യാഥാർത്ഥ്യം വഴിയായിട്ട് തീരുന്നു. ആ വഴിയിലൂടെ നാം പിതാവായ ദൈവത്തിന്റെ ആസ്വാദനത്തിലേക്ക് പ്രവേശിക്കുന്നു. കൊലോസ്യർ 3:4 പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഈ വാക്യത്തില് ക്രിസ്തു നമ്മുടെ ജീവനാകുന്നു എന്നത് ശക്തമായ ഒരു സൂചന നമുക്ക് നൽകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തുവിനെ നമ്മുടെ ജീവനായിട്ട് നാം സ്വീകരിക്കണം. ക്രിസ്തുവിനാൽ നാം ജീവിക്കണം. നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം ക്രിസ്തുവിനെ ജീവിക്കണം. ക്രിസ്തു ആയിരിക്കുന്നത്, അവൻ നേടിയിരിക്കുന്നത് എല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തു ആയിരിക്കുന്നത്, അതുപോലെ അവൻ നേടിയിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്, അവനായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ അനുഭവമായി മാറണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് കേവലം വേദപുസ്തകത്തിൽ വസ്തുനിഷ്ഠമായി എഴുതിയിരിക്കുന്നത് മാത്രമല്ല, അത് വ്യക്തിനിഷ്ഠമായ അനുഭവമായി തീരണം. അതിന് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ ജീവനായി മാറണം എന്നുള്ളതാണ്. ക്രിസ്തു നമ്മുടെ ജീവനായി മാറുമ്പോൾ, ആമേൻ, ക്രിസ്തു ആയിരിക്കുന്നതും അവൻ നേടിയിരിക്കുന്നതുമെല്ലാം നമ്മുടെ വ്യക്തിനിഷ്ഠമായ അനുഭവമായിട്ട് തീരും. ദൈവത്തിൽ ക്രിസ്തു നമ്മുടെ ജീവനാണെന്ന് വേദപുസ്തകം കാണിക്കുന്നു. ദൈവത്തിൽ ക്രിസ്തു നമ്മുടെ ജീവനാണ്. ഈ ജീവൻ ഇപ്പോൾ മറഞ്ഞിരിക്കുന്നു, എന്നാൽ ആ ജീവൻ വെളിപ്പെടും. അതെങ്ങനെയാണ്? തേജസ്സിൽ ഈ ജീവൻ നമ്മിൽ വെളിപ്പെടും. തേജസ്സിൽ ഈ ജീവൻ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാം മുമ്പേ കണ്ടതുപോലെ ഈ ജീവനായ വ്യക്തിയെ ജീവന്റെ സഹായമായിട്ട് നാം സ്വീകരിക്കണം. ആദ്യത്തെ പടി അതാണ്. നാം ദൈവത്തെ ജീവനായിട്ട്, പുത്രന്റെ ജീവൻ നാം സ്വീകരിക്കുമ്പോൾ തേജസ്സിൽ ഈ ജീവൻ നമ്മിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും.
നമ്മുടെ കൂട്ടായ്മയിലൊക്കെ നാം കൂടി വരുമ്പം തേജസ്സിൽ ഈ ജീവൻ വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ ഈ ജീവന്റെ പ്രത്യേകത അതാണ്. ദൈവത്തിന്റെ ജീവൻ, യഥാർത്ഥ ജീവൻ ദൈവജീവൻ ആയതുകൊണ്ട് ഈ ജീവൻ വെളിപ്പെടുന്ന ജീവനാണ്, തേജസ്സിൽ വെളിപ്പെടുന്ന ജീവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കാണുന്നത് ക്രിസ്തു നമ്മുടെ ജീവനാകുന്നു എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20 മുതൽ 3-ാമത്തെ അധ്യായം 4-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പം ക്രിസ്തുവാണ് നിസ്തുല വ്യക്തി, ക്രിസ്തുവാണ് നിസ്തുല സ്ഥലം, അതെല്ലാം നമുക്ക് ഈ പുസ്തകത്തിൽ വെളിപ്പെട്ട് കാണുന്നു. നമുക്കൊരു നിസ്തുലമായ മാർഗമുണ്ടെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. നമ്മുടെ നിസ്തുല മാർഗം ക്രൂശാണ്. ദൈവത്തിന് ഭരണകൂടമുണ്ട്. ദൈവ ഭരണകൂടത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രൂശാണ്. എന്നാൽ ഇവിടെ നിസ്തുലനായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിന്റെ പ്രത്യേകത, ക്രിസ്തു സർവവും ഉൾക്കൊള്ളുന്നവനാണ്. അവൻ സർവത്തിനും പരമോത്കൃഷ്ടത ഉള്ളവനാണ്. ഈ ക്രിസ്തു പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ്. ഹല്ലേലൂയ. അപ്പം പ്രപഞ്ചത്തിന് ഒരു കേന്ദ്രമുണ്ട്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടത്. ഒന്ന് ക്രൂശാണ്. ക്രൂശ് എന്താണ് ചെയ്യുന്നത്? ക്രൂശ് എല്ലാ പ്രതിലോമ കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് ക്രൂശ്. മറുവശത്ത് ക്രിസ്തുവിനാൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവനാൽ നാം ജീവിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 2 കാര്യങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ അനേക പ്രതിലോമമായ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ പ്രതിലോമമായ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കുവാൻ നമുക്ക് ക്രൂശുണ്ട്. അത് മാത്രമല്ല, ക്രിസ്തുവിനാൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവനാൽ നാം ജീവിക്കുന്നു. വേദപുസ്തകം അതാണ് പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു. കൊലോസ്യർ 1:12 പറയുന്നത് അവൻ വിശുദ്ധന്മാർക്ക് പകുത്തു നൽകിയിരിക്കുന്ന ഓഹരിയാണ്. 1:15 പറയുന്നത് ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അത് മാത്രമല്ല, സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനാണ്. ഈ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആ പുസ്തകം തുടർന്ന് സംസാരിക്കുന്നത് ക്രിസ്തു ദൈവ വ്യവസ്ഥയുടെ മർമ്മമാണ്. ക്രിസ്തു ദൈവത്തിന്റെ മർമ്മമാണ്. അതുകൊണ്ട് എല്ലാ അനുലോമ കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം ക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനത്തിൽ ഒരു പ്രത്യേക പദം നമുക്ക് കാണാൻ കഴിയുന്നു. 3-ാം അധ്യായം 10-11 അവിടെ പുതുമനുഷ്യനെ കാണാൻ കഴിയും. അപ്പൊ പുതുമനുഷ്യന്റെ ഘടകാംശം, പുതുമനുഷ്യനുള്ള അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള സർവവും ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിനെ ജീവനായി ക്രിസ്തുവിനെ ജീവിക്കുമ്പം നാം ക്രിസ്തുവിന്റെ എല്ലാ സമ്പത്തും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. എത്ര അത്ഭുതവാനായിരിക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് വേദപുസ്തകം നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊലോസ്യ ലേഖനത്തിൽ ഈ അത്ഭുതവാനായിരിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണിച്ചു തരുന്നു. ഈ വ്യക്തിയെ നേടുവാൻ ക്രൂശ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ ഉയർത്തപ്പെട്ട ആ ക്രൂശ് എല്ലാ പ്രതിലോമ കാര്യങ്ങളെയും അവസാനിപ്പിക്കുകയും ഈ അത്ഭുതവനായ സർവ്വം ഉൾക്കൊള്ളുന്നവനായ ക്രിസ്തുവിനെ ജീവനായിട്ട് അവന്റെ എല്ലാ സമ്പത്തും അനുഭവമാക്കുകയും ആസ്വദിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ഇടയാക്കുന്നു. അതുകൊണ്ട് ജീവൻ ദൈവം തന്നെ ആകുന്നത് പോലെ ജീവൻ ക്രിസ്തുവും ആകുന്നു. അപ്പോൾ എന്താണ് ജീവൻ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ? ജീവൻ ഉണ്ടായിരിക്കുക എന്നാൽ ദൈവം ഉണ്ടായിരിക്കുക എന്നാണ്. അതുപോലെ ജീവൻ ഉണ്ടായിരിക്കുക എന്നാൽ ക്രിസ്തു ഉണ്ടായിരിക്കുക എന്നാണ്. ജീവൻ വെളിപ്പെടുത്തി ജീവിക്കുന്നത് ദൈവത്തെ വെളിപ്പെടുത്തി ജീവിക്കുകയാണ്. അതുപോലെ ജീവൻ വെളിപ്പെടുത്തി ജീവിക്കുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ജീവനായ ദൈവമാണ്. അതാണ് കൊലോസ്യർ പറയുന്നത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ക്രിസ്തു ജീവനായ ദൈവമാണ്. ക്രിസ്തുവിലൂടെയും ക്രിസ്തുവായും ആണ് ദൈവം ജീവനായി വെളിപ്പെടുന്നത്. ക്രിസ്തു ജീവനും ജീവൻ ക്രിസ്തുവും ആണ്. അതുകൊണ്ട് നാം ഈ ദൂതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നാം ജീവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജീവനെ കണ്ടുമുട്ടുന്നു.
ജീവനെ ആസ്വദിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിനെ നമ്മുടെ ജീവനായിട്ട് നാം സ്വീകരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു, ഹല്ലേലൂയ, എത്ര നമുക്ക് സ്പർശിക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുതവാനായ വ്യക്തിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പിന്നെ നാം തുടർന്ന് കാണുമ്പോൾ ജീവൻ പരിശുദ്ധാത്മാവാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാൻ 14:6 ക്രിസ്തു ജീവനാണെന്ന് യോഹന്നാൻ 14 അധ്യായം 6 വാക്യത്തിൽ കർത്താവായ യേശു പറഞ്ഞതിന് ശേഷം ക്രിസ്തുവും ദൈവവും ഒന്നാണെന്ന് യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വാക്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് വായിക്കുമ്പം പരിശുദ്ധാത്മാവും ക്രിസ്തുവും ഒന്നാണെന്ന് ശിഷ്യന്മാരെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൂന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. അവിടെ 14 അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു വായിക്കുമ്പം അവിടെ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ 18-ാം വാക്യത്തിൽ അവൻ എന്ന സർവനാമം ഞാൻ എന്ന് മാറ്റിയിരിക്കുന്നു. അവൻ എന്നത് ഞാൻ എന്ന് മാറ്റിക്കൊണ്ട് അവൻ എന്നത് ഞാൻ തന്നെയാണെന്ന് കർത്താവ് പറയുകയായിരുന്നു. 16-ഉം 17-ഉം വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവെന്ന് അവൻ പറഞ്ഞത് അവനെ കുറിച്ച് തന്നെയാണെന്ന് ഇത് തെളിയിക്കുന്നു. ഇവിടെ ഈ വാക്യങ്ങൾ കാണിക്കുന്നത് ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒന്നാകുന്നു, ആമേൻ, എന്നാണ് ആ വാക്യങ്ങൾ തെളിയിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ജീവനാകുന്നു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ക്രിസ്തു ദൈവത്തിന്റെ ദേഹരൂപമാണ്. ക്രിസ്തു ദൈവത്തിലും ദൈവം ക്രിസ്തുവിലുമാകുന്നു എന്ന് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ ആ വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിലും ദൈവം ക്രിസ്തുവിലും ആകുന്നു. അപ്പോൾ ക്രിസ്തു ജീവനാകുന്നു എന്നാൽ ദൈവം ജീവനാകുന്നു എന്നാണ്. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവ് എന്നത് ക്രിസ്തുവിന്റെ മൂർത്ത ഭാവം അഥവാ വേറൊരു രൂപമാണ്. ക്രിസ്തുവിന്റെ ശാരീരിക സാന്നിധ്യം വിട്ടുമാറുമ്പോൾ മറ്റൊരു കാര്യസ്ഥൻ എന്ന നിലയിൽ ഈ സത്യത്തിന്റെ ആത്മാവ് തന്നെ നമ്മിൽ വന്ന് വസിക്കുമെന്നും 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു തുടർന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് നമ്മിൽ ജീവിക്കുകയും നമ്മോട് കൂടെ വസിക്കുകയും ചെയ്യുന്ന ഈ ആത്മാവ് നാം ജീവിക്കുവാൻ നമ്മുടെ ജീവനായി നമ്മിൽ വസിക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ട് ദൈവം ക്രിസ്തുവിൽ ഉള്ളതിനാലും അവൻ പരിശുദ്ധാത്മാവാകുന്നതിനാലുമാണ് അവൻ ജീവനായിരിക്കുന്നത് എന്ന് ഈ 2 ഭാഗങ്ങളും വ്യക്തമാക്കുന്നു. അപ്പോൾ ജീവൻ എന്ന നിലയിൽ ദൈവം അവനിലുണ്ട്, ജീവൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലുണ്ട്. അവൻ ജീവൻ ആയിരിക്കുന്നത് ദൈവം ജീവൻ ആയിരിക്കുന്നതാണ്. അതുമാത്രമല്ല പരിശുദ്ധാത്മാവ് ജീവനായിരിക്കുന്നതുമാണ്. യോഹന്നാന്റെ 4-ാം അധ്യായം 10-ാം വാക്യം 14-ാം വാക്യം ഇവിടെയൊക്കെ നമ്മൾ കാണുമ്പം അവിടെ കർത്താവ് നൽകുന്ന ജീവജലം, കർത്താവ് അവിടെ ജീവജലം നൽകുന്നു എന്ന് അവിടെ കാണിക്കുന്നു.
അവൻ നൽകുന്ന ജീവജലം നിത്യജീവനാണെന്ന് യോഹന്നാൻ 14:10-14 പറയുന്നു. അവിടെ പറയുന്ന വാക്യങ്ങള്: നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലല്ലോ, ഈ വാക്യത്തിൽ നമുക്ക് ജീവനുള്ള വെള്ളം തരുന്നവനെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ജീവനുള്ള വെള്ളം നമുക്ക് തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് ജീവനായി തീർന്നിരിക്കുന്നു. യോഹന്നാൻ 4:10 ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുന്ന വെള്ളം, ഇവിടെ വെള്ളത്തെ കുറിച്ച് കർത്താവ് കൊടുക്കുന്ന വെള്ളം യഥാർത്ഥത്തിൽ ആത്മാവ് തന്നെയാണ്. അവൻ ആത്മാവിനെയാണ് പകർന്നു കൊടുക്കുന്നത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ഹല്ലേലൂയ. അപ്പോൾ നാം ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ജീവജലമായിട്ട് നമ്മളിലേക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം ഇന്ന് പരിശുദ്ധാത്മാവ് ജീവനാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് ജീവനാകുന്നു എന്നുള്ള തെളിവുകളാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം 10-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം. അത് മാത്രമല്ല, നമ്മിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ജീവജലം നാം കൈക്കൊണ്ട പരിശുദ്ധാത്മാവാണെന്ന് യോഹന്നാൻ 7-ാം 39, 38, 39 വാക്യങ്ങൾ തുടർന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ പറയുന്നത്: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഇത് എന്ത് അത്ഭുതകരമായിരിക്കുന്ന ഒരു വാക്യമാണ്. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ. ഇവിടെ ജീവജലത്തിന്റെ നദികളാണ്. അപ്പൊ ഈ ജീവജലത്തിന്റെ പ്രത്യേകത അത് നദികളായിത്തീരും, നദികളായിട്ട് ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എവിടെയാണ് ഈ നദി ഒഴുകേണ്ടത്? ഒരിക്കൽ നമ്മൾ ചിന്തിച്ചു, ഒരിക്കൽ ദൈവത്തിൽ മാത്രം ഉണ്ടായിരുന്ന ദിവ്യജീവൻ, അവന്റെ ഉള്ളടക്കം, ഉൾനിറവായിരുന്ന ഈ ജീവൻ അല്ലെങ്കിൽ ഇന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് ജീവജലത്തിന്റെ നദികളായിട്ട് ഒഴുകുവാൻ ഇടയായിത്തീരുന്നു. തുടർന്ന വാക്യം പറയുന്നത്: അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാകിയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കാണാം. നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവ് ജീവനാകുന്നു നമ്മൾ കണ്ടു. ആമേൻ. ഈ ജീവജല നദികൾ ജീവന്റെ വിവിധ വശങ്ങളിലുള്ള വിവിധ ഒഴുക്കുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ ജീവജല നദികൾ ജീവന്റെ വിവിധ വശങ്ങളിലുള്ള വിവിധ ഒഴുക്കുകളാണ്. റോമാലേഖനം 15:32 അവിടെ ഒരു ഒഴുക്ക് കാണാൻ കഴിയും, ആത്മാവിന്റെ സ്നേഹം. ഈ നദികളിലെ ഒരു സവിശേഷതയാണ് അവിടെ പറയുന്നത്. ആത്മാവിന്റെ സ്നേഹത്തെ കുറിച്ചവിടെ പറയുന്നു. 1 തെസ്സലോനിക്കർ 1:6 പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. അത് ഈ നദിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ആമേൻ വചനം കൈക്കൊണ്ടു. അവിടെ നമുക്ക് ജീവജലത്തിന്റെ ഒരു ഒഴുക്ക് കാണാൻ കഴിയും. 2 തെസ്സലോനിക്കർ 2:13 വാക്യം പറയുന്നത് ആത്മാവിന്റെ വിശുദ്ധീകരണം, സത്യത്തിന്റെ വിശ്വാസം. അപ്പോൾ ആത്മാവിന്റെ വിശുദ്ധീകരണം നടക്കപ്പെടുന്നത് ആമേൻ ജീവനായ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് നമ്മിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. ആ ഒഴുക്കിലാണ് ആത്മാവിന്റെ വിശുദ്ധീകരണം, അതുപോലെ സത്യത്തിന്റെ വിശ്വാസവും. നാം കണ്ടല്ലോ, നമ്മുടെ വിശ്വാസം അനുഭവനിഷ്ഠമായിരിക്കുന്ന വ്യക്തിനിഷ്ഠമായ അനുഭവമായിട്ട് തീരുന്നു. അപ്പോഴാണ് ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമായിട്ട് തീരുന്നത് ഈ ഒഴുക്കിലൂടെയാണ്. ഈ ഒഴുക്ക് എങ്ങനെയാണ് അനുഭവമാക്കുന്നത്? അതിന് തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് പരിശുദ്ധാത്മാവ് ജീവനാകുന്നു എന്നതിലൂടെയാണ്. ആത്മാവിന്റെ വിശുദ്ധീകരണം. ഹല്ലേലൂയ. ഈ ആ പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ഒഴുക്ക് നമ്മിൽ ഉള്ളത് കൊണ്ടാണ് ഇത് നടക്കപ്പെടുന്നത്. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും
സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ കാണുന്നത് ഈ നദിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആമേൻ. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ജീവനാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ ജീവൻ ക്രിസ്തുവാണ്, ജീവൻ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് ജീവനദിയായിട്ട് എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവായ യേശുവേ, ആമേൻ. ജീവന്റെ നിസ്തുലമായ ഈ നദിയിൽ നിന്ന് ഈ ഒഴുക്ക് ആരംഭിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 22:1. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിയെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. യേശുവേ, ആമേൻ. അപ്പോൾ വിവിധ ഈ നദിയിൽ പ്രത്യേകതകളാണ്. പരിശുദ്ധാത്മാവ് ജീവനാകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ വേദപുസ്തകം നമ്മളെ തെളിയിക്കുന്നത് ജീവൻ പരിശുദ്ധാത്മാവാകുന്നു, ജീവൻ ക്രിസ്തുവാകുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് വേദപുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ദൂതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ജീവൻ പരിശുദ്ധാത്മാവാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് നിത്യജീവനാണെന്ന് ഇത് വെളിവാക്കുന്നു. നാം കൈക്കൊള്ളുന്ന പരിശുദ്ധാത്മാവ് നാം അനുഭവിക്കുന്ന നിത്യജീവനാണ്. അഥവാ ജീവനായി ക്രിസ്തുവിനെ, പരിശുദ്ധാത്മാവിനെ ജീവന്റെ ആത്മാവെന്ന് വിളിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, തിരിച്ചറിയാൻ കഴിയുന്നത്? ദൈവവും ക്രിസ്തുവും ജീവനായിരിക്കുന്നത് പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവായിരിക്കുന്നതിനാലാണ്. അവനും ജീവനും ഹല്ലേലൂയ ഒന്നായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ക്രിസ്തു ജീവനിൽ നിന്നും ജീവൻ അവനിൽ നിന്നുമാണ്. അവന്റെ നിറവ് ജീവനാണ്. അവനാണ് ജീവന്റെ യാഥാർത്ഥ്യം. കുറെ കൂടെ സൂക്ഷ്മമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്തു ജീവന്റെ യാഥാർത്ഥ്യം മാത്രമല്ല, ജീവൻ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഒരു പ്രത്യേകത കാണാൻ കഴിയുന്നത് പിതാവ് പുത്രനിലാകുന്നു, പുത്രൻ ആത്മാവാകുന്നു. പിതാവ് പുത്രനിൽ മനുഷ്യരുടെ മധ്യേ വെളിപ്പെട്ടു. അതുകൊണ്ട് പുത്രൻ പിതാവിന്റെ പ്രത്യക്ഷ രൂപമാണ്. പുത്രൻ ആത്മാവായി മനുഷ്യനിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഉള്ളിലേക്കുള്ള പുത്രന്റെ പ്രവേശനമാണ് ആത്മാവ്. നമുക്കെല്ലാം അറിയാം, പിതാവ് ജീവന്റെ ഉറവാണ്. യഥാർത്ഥ ജീവൻ തന്നെ പുത്രൻ പിതാവിന്റെ പ്രത്യക്ഷ രൂപം ആയതുകൊണ്ട് 1 തിമോഥെയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. അപ്പോൾ അവിടെ പറയുന്നത് അവൻ ജീവന്റെ പ്രത്യക്ഷ രൂപമാണെന്നാണ്. 1 യോഹന്നാൻ 1:2 ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആത്മാവ് പുത്രന്റെ പ്രവേശനമായതിനാൽ അവൻ ഉള്ളിലേക്ക് ജീവന്റെ പ്രവേശനമാണ്. മൗലികമായിട്ട് നോക്കുമ്പോൾ മൗലികമായിട്ട് പിതാവാണ് ജീവൻ. അത് പുത്രനിൽ മനുഷ്യരുടെ മധ്യേ പ്രത്യക്ഷമായി. എന്നാൽ മനുഷ്യൻ അനുഭവമാക്കുവാനായിട്ട് അത് ആത്മാവായി മനുഷ്യനിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ആത്മാവ് ജീവന്റെ ആത്മാവായി തീരുന്നു. ആത്മാവ് ജീവന്റെ ആത്മാവായതിനാൽ ആത്മാവ് മുഖാന്തരം മനുഷ്യന് ജീവൻ പ്രാപിക്കുവാൻ കഴിയും. റോമർ 8-ാം വാക്യം പറയുന്നത് മനുഷ്യൻ ആത്മാവിൽ മനസ്സുറപ്പിക്കുമ്പോൾ അവൻ ജീവനായി തീരുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവ് ജീവന്റെ ആത്മാവായതുകൊണ്ട് ആത്മാവിനെ സ്പർശിക്കുവാൻ മനുഷ്യൻ തന്റെ ആത്മാവിനെ വിനിയോഗിക്കുമ്പം അവൻ ജീവനെ സ്പർശിക്കുന്നു. അവൻ ആത്മാവുമായി സംസർഗം ചെയ്യുമ്പം ജീവനുമായി സംസർഗം ചെയ്യുന്നു. അവൻ ആത്മാവിനെ അനുസരിക്കുമ്പം ജീവൻ അനുഭവമാക്കുന്നു.
അപ്പോൾ ചുരുക്കത്തിൽ നാം കാണുമ്പം ത്രിയേക ദൈവമാണ് ജീവൻ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവൻ സ്വർഗത്തിലെ ത്രിയേക ദൈവമല്ല, പുറത്തേക്കൊഴുകുന്ന ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവത്തിന്റെ ഈ ബഹിർഗമനം അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഒഴുക്ക് അർത്ഥമാക്കുന്നത് അവന്റെ ഉണ്മ, അവൻ തന്നെ ഒന്നാമത് ക്രിസ്തുവിലൂടെ ഒഴുകി എന്നുള്ളതാണ്. പിന്നീട് ജീവനായി നാം സ്വീകരിക്കുന്നതിന് അത് ആത്മാവായി ഒഴുകപ്പെടുന്നു. അങ്ങനെ ആത്മാവായി ക്രിസ്തുവിൽ ദൈവത്തെ നാം സ്പർശിക്കുമ്പം നാം ജീവനെ സ്പർശിക്കുന്നു. അതിന് കാരണം ആത്മാവായി ക്രിസ്തുവിലുള്ള ദൈവമാണ് ജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ സംസാരം കേൾക്കുന്ന എല്ലാവരും ഈ ജീവന്റെ അനുഭവമുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഈ ജീവനെ സ്പർശിക്കുന്നില്ലെങ്കിൽ, അനുഭവിച്ചിട്ടില്ലെങ്കിൽ, അവർക്കെല്ലാവർക്കും ഈ ജീവനെ സ്വീകരിക്കുവാനുള്ള ഒരു അവസരം കർത്താവ് നമ്മുടെ മുമ്പിൽ നൽകിയിരിക്കുന്നു. നാം നമ്മുടെ ഹൃദയത്തെ തുറന്ന്, കർത്താവെ ഈ ജീവനെ, പരിശുദ്ധാത്മാവേ നീ ജീവനാകുന്നു, ക്രിസ്തു ജീവനാകുന്നു, ദൈവം ജീവനാകുന്നു, ത്രിയേക ദൈവം ജീവനാകുന്നു, ഈ ജീവൻ പുറത്തേക്ക് ഒഴുകുന്നു, കർത്താവെ അത് എന്നിലേക്ക് ഒഴുകണമേ, എന്റെ ഉള്ളിലേക്ക് ഒഴുകണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ജീവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഒഴുകുകയും നമ്മളെല്ലാവരും ത്രിയേക ദൈവത്താൽ ജീവിക്കുന്നവരായി തീരുകയും ചെയ്യും. കർത്താവ് നമ്മളെല്ലാവരെയും അതിനായിട്ട് ഇടയാക്കുമാറാകട്ടെ. ആമേൻ.